മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവര് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം മുതലേ പ്രൊട്ടസ്റ്റ് ചെയ്തു സർ. എനിക്ക് അത് സർ വയനാട് എന്ന് പറയുന്ന ആ സ്ഥലത്തിന് സംഭവിച്ചേക്കുന്നതിൽ ഇവർ ആക്ഷൻ എടുക്കാത്തതിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് സർ. രാവിലെ എണീക്കുമ്പോൾ ഞാൻ ജനിച്ച മണ്ണ് അല്ല അവിടെ ഒരു തരി പോലും ഇല്ലാതെ കാണുന്ന ഒരു അവസ്ഥ ഒരു മനുഷ്യൻ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല സർ. എന്റെ പൊന്നേച്ചി, വയനാട്ടുകാരെ പേരും പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ പൂക്കളം നശിപ്പിച്ചതെന്ന് വയനാട്ടുകാരെ അറിയണ്ട. വയനാട്ട് ബാക്കി ആൾക്കാരുണ്ടല്ലോ, അവർ ബാംഗ്ലൂർ വന്നടിക്കും. ചേച്ചി എന്താണെങ്കിൽ ഒരു ദിവസം കൊണ്ട് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വരെ ആയിട്ട് വന്നത്. സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറൽ, അത് വേറെ കാര്യം, നമ്മളും വീഡിയോ ചെയ്തു. പക്ഷെ പത്രത്തിന്റെ ഒക്കെ ഫ്രണ്ട് പേജിൽ വരിക എന്ന് പറഞ്ഞാൽ അതും മനോരമന്റെ ഒക്കെ. അപ്പാർട്ട്മെന്റിലെ പൂക്കളം നശിപ്പിച്ച യുവതിക്കെതിരെ കേസ് ബാംഗ്ലൂരു. ഓണപ്പൂ നശിപ്പിച്ച പരാതിയിൽ പത്തനംതിട്ട സ്വദേശിനിക്കെതിരെ പോലീസ് കേസെടുത്തു. തന്നിസാന്ദ്ര അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ മലയാളി കൂട്ടായ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. പൂക്കളത്തിൽ ചുവട്ടി നിൽക്കുന്ന സിമി നായർ, പുള്ളിക്കാരി പത്തനംതിട്ടക്കാരിയാണ്. അപ്പം ഈ ഒരു കട്ടിങ് നിങ്ങൾ നാട്ടിലെ പത്രത്തിൽ നോക്കിയാൽ ചിലപ്പം കാണുമല്ലോ കേട്ടോ. ഇത് ബാംഗ്ലൂർ എഡിഷനിലാണെന്ന് എനിക്ക് തോന്നുന്നത്. മലയാള മനോരമൻ്റെ ബാംഗ്ലൂർ എഡിഷനിലാണ് ഈ ഒരു ന്യൂസ് ഇന്ന് രാവിലെ തന്നെ വന്നത്. എന്താണെങ്കിലും 4 ആൾ കാണേണ്ട വീഡിയോ, അല്ലെങ്കിൽ 4 ആൾ കാണേണ്ട പൂക്കളം ലോകം മൊത്തം കാണിച്ചു കൊടുത്തത് ചേച്ചിക്ക് ഒരു സല്യൂട്ടിനെ കൊടുക്കണം നമ്മൾ. എത്ര ആൾ കണ്ടില്ല, ഇന്ത്യക്കാരോ മലയാളികൾ എവിടെ ഉണ്ടോ അവരൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. അതാണ് ഇത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒക്കെ പോട്ടെ, ചേച്ചി ഇന്ന് ഒരു ചാനലിന് ചേച്ചീൻ്റെ ഒരു ഫോൺ സംഭാഷണം ഉണ്ടായിരുന്നു. അതായത് ഒരാൾ അവരെ വിളിച്ചു, അവർക്ക് സംസാരിക്കണം, അവർക്ക് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് ആ ചാനലിൽ നിന്ന് അവരെ വിളിച്ചു. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് ഞാൻ തുടക്കത്തിൽ ഇട്ടത്. ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടില്ല സർ. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവരുടെ എല്ലാം വീട്ടിൽ ഫാമിലീസ് ഉണ്ട്. ആൻഡ് യു നോ ദർ വുഡ് ബി സം ഡിസ്കംഫർട്ട്. 2023 മാർച്ചില് അസോസിയേഷൻ മീറ്റിംഗിൽ പറഞ്ഞ് ഇവരെ സാർ മ്യൂ മ്യൂ കാക്ക പൂക്ക അങ്ങനെ പൂച്ച പട്ടി ഇതിന്റെയൊക്കെ ശബ്ദം ഉണ്ടാക്കുക, പിന്നെ വീഡിയോ എടുക്കുക. അങ്ങനെ ഞങ്ങൾ പോയി കംപ്ലൈന്റ് കൊടുത്തപ്പോൾ പറഞ്ഞു അസോസിയേഷൻ ഇവിടെ തീരുമാനം എടുത്ത് ഈ അപ്പാർട്ട്മെന്റിൽ ആരുടെയും ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കത്തില്ല, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യില്ല, ആരെ നമ്മൾ തേജോവധം ചെയ്യത്തില്ല. ഇത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമായിരുന്നു. അത് കഴിഞ്ഞ് സർ ഇവർക്ക് നിൽക്കാൻ പറ്റില്ല സർ. ഇവർക്ക് ഇവരുടേതായ കുറെ പ്രശ്നങ്ങൾ. കഴിഞ്ഞ ദിവസം ഇവര് ആദ്യം ഓണം സെലിബ്രേഷൻ കൊണ്ട് വന്നപ്പോ ഞങ്ങൾക്ക് നമ്മുടെ വയനാട്ടില് ഒന്നും ഞങ്ങൾ ഇവിടുന്ന് ചെയ്തില്ല സർ. ഒരു തോർത്ത് മുണ്ട് പോലും ഈ അപ്പാർട്ട്മെന്റിൽ ഞങ്ങളാരും കൊടുത്തിട്ടില്ല സർ. വർഷങ്ങൾക്ക് മുമ്പ് 40 പേരോ 50 പേരോ കഷ്ടി താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലായിരുന്നു കളക്ഷൻ. വയനാട് വന്നപ്പോ ഇവരാരും തിരിഞ്ഞു പോലും നോക്കില്ല, ഒരു കണ്ടോളൻസ് പോലും ഇവരാരും അറിയിച്ചിട്ടില്ല ഞങ്ങളെ. ഒന്നുമില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു. അപ്പം ഇവർ ആദ്യം ഇത് ഇട്ടപ്പം തന്നെ പറഞ്ഞു ഞാനിട്ടു, നിങ്ങൾ ഇവിടെ എല്ലാവരും തമ്മിൽ കുത്തിത്തിരിപ്പ് അടി ഉണ്ടാക്കുക, നിങ്ങൾ യൂണിറ്റിയുടെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് ഓണം ചെയ്യല്ലേന്ന് പറഞ്ഞു. അപ്പൊ അതിന് താഴെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പം ഞാൻ ആദ്യം മുതലേ പ്രൊട്ടസ്റ്റ് ചെയ്തു സർ. എനിക്ക് അത് സർ വയനാട് എന്ന് പറയുന്ന ആ സ്ഥലത്തിന് സംഭവിച്ചേക്കുന്നതിൽ ഇവർ ആക്ഷൻ എടുക്കാത്തതിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് സർ. രാവിലെ എണീക്കുമ്പോൾ ഞാൻ ജനിച്ച മണ്ണ് അല്ല അവിടെ ഒരു തരി പോലും ഇല്ലാതെ കാണുന്ന ഒരു അവസ്ഥ. ഒരു വിശ്വാസം എന്ന് പറയുന്നത് അതിനകത്ത് പലപ്പോഴും പല വിശ്വാസങ്ങളും ചലഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് റിഫോംഡ് ആക്കുന്നത്. അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനമാണ്. അദ്ദേഹം ആദ്യം വന്നപ്പം ഒരു ആചാരത്തെയാണ് ആദ്യം അദ്ദേഹം ചോദ്യം ചെയ്തത്. ഏത് ആചാരത്തെ? എല്ലാവർക്കും അമ്പലത്തിൽ കയറാൻ പറ്റില്ല, ചില കാര്യങ്ങൾക്ക് അവർ ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നു. ഞാൻ ആ പൂക്കളത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തായിരുന്നു അന്ന് ഭ്രഷ്ട്? ഞാൻ എന്റെ പൂക്കളിൽ നിൽക്കുമ്പോൾ അവർക്ക് എന്തായിരുന്നു ഇത്ര പ്രശ്നം സർ? യു കാൻ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ പൂക്കളം. അങ്ങനെയാണെങ്കിൽ അവർ വീട്ടിൽ കൊണ്ടുവന്ന് പൂക്കളം ഇടണം. എന്താണെങ്കിലും നമ്മുടെ ഈ പൂക്കളം ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ 8 വർഷമായിട്ട് ബാംഗ്ലൂർ താമസിക്കുന്നു. സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചു. ആ അപ്പാർട്ട്മെൻറ്റിൽ അവരും അവരുടെ സിസ്റ്ററും തനിച്ചാണ് താമസിക്കുന്നത്. രണ്ടുപേരും കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. രണ്ടുപേരും ഒറ്റയ്ക്ക് സ്വന്തമായിട്ടൊരു അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നു. ഫിനാൻഷ്യലി വെൽ സെറ്റിലാണ്, കുഴപ്പമൊന്നുമില്ല, പഠിച്ചിട്ടുണ്ട്, ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. പണ്ട് വെള്ളപ്പൊക്കം വന്ന സമയത്ത് ആ ഫ്ലാറ്റിലുള്ള എല്ലാവരും കൂടി ഇവർ കുറച്ച് 75,000 രൂപ ഒക്കെ പിരിച്ചു കൊടുത്തിരുന്നു. അങ്ങനത്തെ ഒരു ഫ്ലാറ്റാണ്. അത് കഴിഞ്ഞ് ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് അവിടെയുള്ള മലയാളികളൊക്കെ എന്താ പറയുക മോശമായിട്ട് ഇവരെ കാണുന്നു. ഇവർ പോകുമ്പോൾ വീഡിയോസ് എടുക്കുന്നു, എന്നിട്ട് അതായത് അപ്പാർട്ട്മെൻറ്റ് ഗ്രൂപ്പിലിടുന്നു, വേറെ എന്തെങ്കിലുമൊക്കെ അവർ സംസാരിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ മലയാളികൾ ഇതൊക്കെ ചെയ്യുന്നതെന്നില്ല. മലയാളികൾക്ക് എന്തൊരു സ്റ്റാൻഡേർഡൊന്നുമില്ല. നിങ്ങൾ വെറുതെ പോകുന്ന ഒരാളുടെ ഫോട്ടോ ഒക്കെ എടുക്കുക, വീഡിയോ എടുക്കുക, ഈ പറഞ്ഞ ഗ്രൂപ്പിലൊക്കെ ഇടണം, മോശമായിപ്പോയി. എന്താണെങ്കിലും ആ കാരണം കൊണ്ട് ഇവർക്ക് അവിടെയുള്ള മറ്റ് മലയാളികളുമായിട്ട് 10-15 ഫാമിലി മലയാളീസ് ഉണ്ട് അവിടെ. അവരുമായിട്ട് ഇടഞ്ഞിട്ടാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ വയനാട് ഇഷ്യൂ വന്ന സമയത്ത്
ഈ ഫ്ലാറ്റിലുള്ള ഒരു മലയാളികളും വയനാട്ടിലോട്ട് ഒരു സഹായം ചെയ്തില്ല. അത് ഇവർക്ക് ഭയങ്കര വിഷമമുണ്ടാക്കി. അപ്പം ഓണപരിപാടിയുടെ കാര്യം വന്ന സമയത്ത് ഇവർ അതിന് സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞു, പാടില്ല എന്ന് പറഞ്ഞു. നമ്മൾ വയനാട്ടിലോട്ടൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇങ്ങോട്ടും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് കേൾക്കാണ്ട് മറ്റവർ പൂക്കളിട്ടു. അത് ചോദിക്കാൻ ചേച്ചി വന്നു. അത് തമ്മിൽ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അപ്പോൾ അവർക്ക് ട്രിഗർ ചെയ്തു, അവർക്ക് ദേഷ്യം വന്നു. അവർ പൂക്കളത്തിൻ്റെ നടുവിൽ വന്നു, പൂക്കളം ചവിട്ടി നശിപ്പിച്ചു. ഇത് ഒരു സ്ത്രീയോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഒരു സ്ത്രീ പൂക്കളത്തിന് എടുത്ത് നോക്കുമ്പോൾ ഫോട്ടോ എടുക്കലാണോ അല്ലെ വീഡിയോ എടുക്കലാണോ? ഇത് സ്ത്രീത്വത്തിന് തന്നെ അപമാനമായ രീതിയിലല്ലേ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇതുകൊണ്ടൊക്കെയാണ് അവർ ട്രിഗർ ചെയ്ത് അവരിത് ചെയ്തത് എന്നാണ് ഇതിൻ്റെ ചുരുക്കം. അപ്പം ചേച്ചിയോട് പറയാനുള്ളത്, അവരെ നിങ്ങളുടെ വീഡിയോസ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുന്ന ഇരിക്കുന്ന നടക്കുന്ന വീഡിയോസ് എടുത്ത് ഇതിലിടുന്നത് മോശം, അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കരുതിയിട്ട് വയനാട്ടിലോട് സഹായം ചെയ്തില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവരുടെ പൂക്കളം കളയാനുള്ള അല്ലെങ്കിൽ പൂക്കളത്ത് കയറിയിട്ട് ഈ കോഷ്ടി കളിക്കാനുള്ള യാതൊരു റൈറ്റ്സും നിങ്ങൾക്കില്ല. സഹായിക്കേണ്ടതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. അവർ സഹായിച്ചാലും സഹായിച്ചിട്ടില്ലെങ്കിലും, നിങ്ങൾ സഹായിച്ചാലും നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിലും. അപ്പം അതൊന്നും ഒരു കാരണമായിട്ട് പറയാൻ പറ്റില്ല ചേച്ചി. പിന്നെ നിങ്ങൾ ട്രിഗർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ പൂക്കളത്തിൻ്റെ നടുവ് കയറുന്നിട്ടല്ല നിങ്ങൾ ഡാൻസ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ ചെയ്ത ശുദ്ധ ചെറ്റത്തരം തന്നെയാണ്. സത്യം പറയാലോ, മഹാ ചെറ്റത്തരം തന്നെയാണ്. അപ്പം അത് വെച്ച് നമുക്ക് വെറുതെ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. എന്തായാലും ചേച്ചീനെ ഇപ്പം പോലീസ് കേസായിട്ടുണ്ട്. ചേച്ചി തിരിച്ചും കേസ് അഗെയിൻസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫോട്ടോസും വീഡിയോസും അനുവാദമില്ലാതെ എടുത്തതിന് അവിടെ അങ്ങനെ കേസുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ചേച്ചിയുടെനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള കേസ് അവരത് തന്നെയാണ്. ഒന്നും ഉണ്ടാവില്ല, വെറുതെ വല്ല പറ്റിയോ വല്ല കഴിഞ്ഞ് വിടുമായിരിക്കും. ഞാൻ അറിയില്ല അത് ഏത് തലം വരെ ഇവർ പോകുന്നുള്ളത്. എന്താണെങ്കിലും ചേച്ചി ചെയ്തത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഈ ചാനൽ ഇവരുടെ സംസാരത്തിൻ്റെ എൻഡിലും ഈ ചാനലിൻ്റെ ആളും അത് തന്നെയാണ് പറഞ്ഞത്, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ബാക്കി നിങ്ങളുടെ വീഡിയോ എടുത്തതൊക്കെ മോശം, അതൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ തന്നെ. അത് വിചാരിച്ചിട്ട് കുട്ടികളുടെ പൂക്കളത്തിന് നടുവ് കയറി ഗോഷ്ടി കളിക്കുക എന്നുള്ളത് ഒരിക്കലും അതിനുള്ളൊരു പ്രതിവിധിയോ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമല്ല എന്ന് വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ അവർ പറയുന്നുണ്ട്. അതേ അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും. ഇനി കേസായി ചേച്ചിനെ പോലീസിൽ വിളിച്ച് അതിന് എക്സ്പ്ലനേഷൻ കൊടുത്ത് ഇതിങ്ങനെ ചേച്ചിക്ക് ഏതായാലും കുറച്ചു കാലം ഇതിൻ്റെ പിന്നാലെ നടക്കാം. പിന്നെ ഫാമിലിയും ബാക്കി ചിന്തിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട്, വേറെ ജോലി മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സമയമൊക്കെ ഉണ്ടാവും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളും ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട്, അല്ലേ? കഷ്ടമല്ലേ? ആരും കുറ്റം പറയാൻ പറ്റില്ല എന്നാൽ ഓരോരുത്തരുടെ മെൻ്റൽ സ്റ്റേജ് അങ്ങനെയാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാളാണ്, കല്യാണം കഴിച്ചിട്ടില്ല, അത്യാവശ്യം പ്രായമായിട്ടുണ്ടാവും. ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പോലും 10, 30, 40 വയസ്സുണ്ടാവും. പല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസും പല രീതിയിലുള്ള ടെൻഷൻസും ഒക്കെ മനസ്സിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ ആളുകൾ എങ്ങനെയാണ് ഈ സമയത്ത് എങ്ങനെയാണ് ട്രിഗർ ആവുക, എന്തിൻ്റെ പേരിലാണ് ട്രിഗർ ആവുക, എങ്ങനത്തെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഈ കേസിൻ്റെ വീഡിയോസും ഈ കേസും ഒക്കെ ഇവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാം.